മഞ്ജുഷ് ഗോപാൽ മാതൃഭൂമിയിലുണ്ട്. മഞ്ജുഷ് എന്നെ പ്രൈം മിനിസ്റ്റർ ഫ്രോഡ് മഞ്ജുഷ് എന്നെ വിളിച്ചിട്ട് അന്ന് ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ സാധിക്കില്ല, കാരണം ക്ഷേത്രത്തിൽ അല്ലെ സന്ദീപ്, ഞാൻ ഇപ്പോൾ ആളെ ഇവിടെ 1 മണിക്കൂർ ഒന്ന് സന്ദീപ് വന്നേ പറ്റൂ, ഇങ്ങനെ പ്രൈം മിനിസ്റ്ററുടെ ഫോറിൻ വിസിറ്റുമായിട്ടോ പ്രസ് മീറ്റുമായിട്ടോ ബന്ധപ്പെട്ട എന്തോ ഡിസ്കഷനാണെന്ന് പറഞ്ഞു. ഞാൻ കാരണം എനിക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ശരി നിങ്ങൾ കേട്ടോ, ഞാൻ കറക്റ്റ് സമയത്ത് വരാം. ഞാൻ കറക്റ്റ് അമ്പലത്തിൽ നിന്ന് വന്ന്, എനിക്ക് തോന്നുന്നത് വീട്ടിൽ കയറിയത് അമ്പലത്തിൽ നിന്ന് വന്ന് മനസ്സോടി കേൾക്കും, വീട്ടിൽ കയറി ആ ചർച്ച മുഴുവൻ കേൾക്കണം. വളരെ അക്കാഡമിക് ആയിട്ടാണ് 1 hour ചർച്ച പോയത്. ഇന്ത്യയിലെ ഓരോ പ്രധാനമന്ത്രിമാരും നടത്തിയ പത്രസമ്മേളനങ്ങളും അവരുടെ ഹിസ്റ്ററി അതെല്ലാം ഞാൻ റെഫർ ചെയ്തിട്ടാണ് ആ ചർച്ചയിൽ. അങ്ങനത്തെ ഒരു ചർച്ചയായിരുന്നു. ഇതൊരു 1 മണിക്കൂർ ചർച്ചയിലെ 30 സെക്കൻഡ് മാത്രം സംഭവിച്ച, എൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു കാര്യമാണ് അത്. ആ സമയത്തുള്ള വൈകാരിക പ്രകടനം സംഭവിച്ചു പോയി. ഞങ്ങളത് അപ്പടെ വിട്ടതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൈരളിയുടെ പ്ലാറ്റ്ഫോമിൽ ബ്രിട്ടാസിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ച് കൈരളിയുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ വളരെ ലാസ്റ്റ് ഒരു സിങ്കിങ് സ്റ്റേജായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു, ആശ്വസിപ്പിച്ചു. അപ്പം അതൊക്കെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവുന്നു. ഇപ്പം ഇത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നം, ഇതിങ്ങനെ കിടക്കും, ആളുകൾ ഇതിങ്ങനെ എടുത്ത് ഉപയോഗിക്കും. അത് മാതൃഭൂമി അത് അവർക്ക് കണ്ടന്റ് ആണല്ലോ. എനിക്കൊന്ന് മാതൃഭൂമിയുടെ ഏറ്റവും അധികം റീച്ച് പോയിട്ടുള്ള കണ്ടന്റ് ആണതെന്ന് തോന്നുന്നത്. അപ്പം അവരത് ഉപയോഗിക്കും, അത് നാച്ചുറൽ ആണ്. മാതൃഭൂമി മാത്രമല്ല, ബാക്കി മീഡിയകളും അത് ഉപയോഗിച്ചു.